ഞാൻ ബസ്സായി പോകണ്ട വാ. ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നൊരു ബർത്ത്ഡേ വ്ളോഗായിട്ടാണ്. ബർത്ത്ഡേ വേറെ ആരും ബർത്ത്ഡേ അല്ല, ഇച്ചുയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ രാത്രി ഒരു 11 o'clock ഒക്കെ ആയപ്പോൾ ബലൂണൊക്കെ വീർപ്പിച്ച് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നുവെച്ചാൽ അവളെ ഞങ്ങൾ അറിയിച്ചിട്ടില്ല, നാളെയാണ് അവളെ ബർത്ത്ഡേ എന്ന്. അപ്പോൾ അവളെ വിചാരം ഒരു ഡേ ആഫ്റ്റർ ടുമാറോ ഒക്കെ ആണെന്നാണ്. അപ്പോൾ ഞങ്ങൾ അവളെ നേരത്തെ കിടത്തി ഉറക്കി അവളെ അറിയാതെ ഡെക്കറേറ്റ് ചെയ്ത് അവളെ സർപ്രൈസ് ചെയ്യാനൊക്കെയാണ് പ്ലാൻ. എത്രമാത്രം സക്സസ് ആവുമെന്നൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും ഞങ്ങളപ്പം ഏകദേശം ബലൂണെല്ലാം വീർപ്പിച്ച് കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ത്രെഡ് വെച്ച് ആർച്ച് കിട്ടാൻ അറിയില്ല. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞങ്ങൾ ആർച്ചിൻ്റെ കിറ്റായിരുന്നു വാങ്ങിയത്. അപ്പോൾ അതിൽ ടേപ്പ് പോലത്തെ സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അതിലാണ് ഞാൻ ബലൂൺ ഇൻസേർട്ട് ചെയ്തപ്പം അത് എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഇത് ഭയങ്കര പാടാണ്. ഞാൻ വെച്ച് മേഖലയിൽ മാത്രം വയ്ക്കാമെന്ന്. സമയം ഒരുപാടായി. ആമി കിടന്നുറങ്ങി. 3 മണിയായി. ആമി 3 മണിക്ക് കിടന്നുറങ്ങി. ഞാനിപ്പോൾ 5 മണിയായി. ഞാൻ 5 മണിക്കാണ് ഉറങ്ങാൻ പോകുന്നത്. അപ്പം ഇനി ഉറങ്ങിയിട്ട് നാളെ രാവിലെ എണീറ്റ് പണി തുടങ്ങാം. നേരത്തെ എഴുന്നേക്കണം എന്ന് പ്ലാൻ ഇട്ടിട്ടൊക്കെയാണ് കിടന്നുറങ്ങിയത്. പക്ഷേ എഴുന്നേറ്റിപ്പോൾ 11 മണിയായി. നിച്ചു അപ്പോഴത്തേക്ക് എണീറ്റില്ലായിരുന്നു. എഴുന്നേറ്റെങ്കിൽ പ്ലാനൊക്കെ പൊളിഞ്ഞേനെ. പിച്ചു എഴുന്നേക്കാത്തതുകൊണ്ട് പെട്ടെന്ന് ഞാൻ ഹാപ്പി ബർത്ത്ഡേയുടെ ബലൂണൊക്കെ ഇന്നലെ വീർപ്പിച്ച് വെച്ചുകൊണ്ട് അതൊക്കെ പെട്ടെന്ന് ഒട്ടിച്ചു. പിന്നെ ആർച്ച് ഞാൻ ബാക്കി രാവിലെ കെട്ടാമെന്ന് വിചാരിച്ചു. കുറച്ച് നേരത്തെ എഴുന്നേക്കാണെങ്കിൽ. പക്ഷെ ഞാൻ എഴുന്നേറ്റപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് പിന്നെ ഞാൻ മുകളിൽ മാത്രമേ വെച്ചോളൂ. അതിൻ്റെ ഇടയ്ക്ക് ഇച്ചു എഴുന്നേറ്റു. പക്ഷെ എഴുന്നേറ്റ് വന്നില്ല. അപ്പോൾ ആമി അവളെ ജസ്റ്റ് ഒരു മയക്കത്തിന് ഇങ്ങനെ പറഞ്ഞ് ഫോണൊക്കെ കൊടുത്ത് അവിടെ തന്നെ കിടത്തി. പിന്നെ ഫോൺ കുറച്ച് കഴിഞ്ഞ് വെച്ചപ്പം അവൾ ജസ്റ്റ് ഒന്ന് കണ്ണടച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു എല്ലാം പൊളിഞ്ഞെന്ന് വിചാരിച്ച, പക്ഷെ കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാനും ആമിയും മിച്ചുവിന് ഗിഫ്റ്റൊക്കെ വാങ്ങി വെച്ചു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് അവിടെ വെച്ചു. എന്ന് പറയുമ്പോൾ അവൾ കണ്ണടച്ചിട്ട് അവൾ കണ്ണ് തുറക്കുമ്പോൾ ഇതെല്ലാം കാണണം എന്നുള്ള രീതിയിലാണ്. പിച്ചു ആമി ഒരു റിമോട്ട് കാറാണ് ഇച്ചിന് കൊടുക്കാൻ വെച്ചിരുന്നത്. ഒരു കാലം വെച്ച് ഓടിക്കുന്ന സാധനത്തിൻ്റെ പേരെന്താണെന്ന് കറക്റ്റ് എനിക്ക് ഓർമ്മ വന്നില്ല. പക്ഷെ അവളത് കുറേ നാളുകൊണ്ട് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനതാണ് വാങ്ങിക്കൊടുത്തത്. ഇത്ര ബലൂൺ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഇങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്തത്. ഞാൻ ഫുള്ളാക്കി വെക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ബലൂൺ കുറേ ഉണ്ടായിരുന്നു. പക്ഷേ നൂലും ത്രെഡും ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്ക് അത്രയും കെട്ടാനുള്ള ടൈമും കിട്ടിയില്ല. ഇത്ര തന്നെ കെട്ടി വന്നപ്പോൾ 5 o'clock ആയി. പിന്നെ എനിക്ക് നല്ല ഉറക്കം വന്നുകൊണ്ട് പിന്നെ എനിക്ക് കെട്ടാനും അറിയാത്തതുകൊണ്ട് പിന്നെ ഇതിലങ്ങ് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ബാക്കി വെക്കാമെന്ന് വിചാരിച്ചാൽ പിന്നെ വിചാരിച്ചു വേണ്ട, ഇത്ര മതി, ഇത് തന്നെ അത്യാവശ്യം കൊള്ളാം, വീണ്ടും മതിയെന്ന് വിചാരിച്ചു. കണ്ണടച്ചു. Happy birthday to you. Happy birthday to you. Happy birthday dear. ഇതാണ് ഞങ്ങൾ ഡെക്കറേറ്റ് ചെയ്തതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. അപ്പം ഇങ്ങനെയാണ് ഞങ്ങൾ ഡെക്കറേറ്റ് ചെയ്തത്. No, that's my gift. ഇതൊരു ഗിഫ്റ്റ് ഇച്ചിരി ഇഷ്ടപ്പെട്ടാ? ഇത് രണ്ടും ബർത്ത്ഡേ കേക്കൊന്നുമില്ല. ഇച്ചന് ഞങ്ങൾ അവിടെ നിന്ന് കണ്ണു ഒത്തിച്ച് വന്നില്ലേ? അപ്പൊ ഇച്ചന് എന്തിനാ തോന്നിയത്? ചുമ്മാ അറിയല്ലേ? എന്ത് അനു, നിന്റെ ബർത്ത്ഡേ നാളെ അല്ലേ?
നാളെ എന്നല്ലേ നീ വിചാരിച്ചേ? ഇച്ചയുടെ ബർത്ത്ഡേ പ്രമാണിച്ചും ഫിഷ് ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. ഫിഷ് ബിരിയാണിയിലെ ഫിഷ് ദം ബിരിയാണി. ഞങ്ങൾ കേക്ക് ഉമ്മി സാധാരണ കേക്ക് ഉണ്ടാക്കും, പക്ഷേ കേക്ക് ഞങ്ങൾ ഈ പ്രാവശ്യം ഓർഡർ എടുത്തപ്പോൾ ഒരു ന്യൂ ഷോപ്പിൽ ഓർഡർ കൊടുത്തപ്പോൾ അവരെല്ലാം മെറ്റീരിയൽസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഡെക്കറേറ്റ് ചെയ്യേണ്ട. ഉമ്മ ഉണ്ടാക്കുന്നതായതുകൊണ്ട് ഞങ്ങളെ വീട്ടിൽ ഉണ്ടായിരുന്ന അത്യാവശ്യം മെറ്റീരിയൽസൊക്കെ ഞങ്ങൾ പിന്നെ ഡിസൈൻ പറഞ്ഞു കൊടുത്തു. പിന്നെ അവർ ഡിസൈൻ ഉണ്ടാക്കി തന്നു. പിന്നെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടാണ് പിന്നെ ഞങ്ങൾ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് ബർത്ത്ഡേ സ്റ്റിക്കും ബട്ടർഫ്ലൈ സ്റ്റിക്കൊക്കെ ഞങ്ങളാണ് കുത്തിയത്. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇതാണ് ഇച്ചിയുടെ ബർത്ത്ഡേ ഡ്രസ്സ്. പിങ്ക് തീമാണ്. ഞങ്ങൾ പിങ്ക് ഡ്രസ്സിന് തന്നെ ഇങ്ങനെ സെർച്ച് ചെയ്ത് അവസാനം ലാസ്റ്റ് കിട്ടിയ ഫ്രോക്കിന് വേണമെന്നുണ്ടായിരുന്നു. വേഗം റെഡിയാ വെച്ച ടൈമില്ല. നീ ഇത് റെഡിയാക്കി തരട്ടാ? ഓക്കെ, നമുക്കപ്പോൾ റെഡി ആവാം. സുന്ദരിയാവണ്ടേ? ഞാൻ അവളടുത്ത് ആദ്യമേ പറഞ്ഞതാ ഞാൻ റെഡിയാക്കി തരാമെന്ന്. പക്ഷെ എനിക്ക് എന്നെ റെഡി ആവണമെന്ന് പറഞ്ഞു. ക്രീമൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി അവളെ കൊണ്ട് പറ്റില്ല എന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ വേണം. ലിപ്സ്റ്റിക് അവളുടെ ഒരു വീക്ക്നെസ്സാണ്. വീട്ടിൽ നിന്നാലും അവൾക്ക് ലിപ്സ്റ്റിക് ഇടണം, എവിടെ പോയാലും അവൾക്ക് ലിപ്സ്റ്റിക് ഇടണം. പിന്നെ ബർത്ത്ഡേ ഞാൻ തന്നെ പിന്നെ ഇട്ട് കൊടുത്തു. നിച്ചു റെഡിയായൊക്കെ കഴിഞ്ഞു. ലാസ്റ്റ് ബോയൊക്കെ വെച്ചിപ്പോൾ നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട്. ഇനി ഫോട്ടോഷൂട്ടിക്കാണ്. ഞാൻ നിച്ചുവിനെ റെഡിയാക്കാൻ ആ ടൈം കൊണ്ട് അമ്മയും ഫ്രണ്ട്സൊക്കെ ടേബിളിൽ ഷീറ്റൊക്കെ വിരിച്ചു. എന്നിട്ട് ടേബിളിലൊക്കെ ബലൂണൊക്കെ സ്റ്റിക്ക് ചെയ്തു. ബലൂണും തറയിലൊക്കെ അവർ അവിടെ ബലൂൺ സ്റ്റിക്ക് ചെയ്ത് വെച്ചു. താങ്ക് യു. അവിടെ ഇടുന്നത്
നേരെ മെഴുകി അങ്ങനെ അങ്ങനെ നേരെ മെഴുകുന്നത് ദൂരെ കഴിഞ്ഞാൽ കിടന്ന് ഉറങ്ങി ഇപ്പൊ എവിടെ കാണലില്ലല്ലോ നിങ്ങൾ പോകില്ല, അതാണ് വിഷയം. ഉമ്മയുടെ ബാക്കിലാണ് എവിടെ ബർത്ത്ഡേ എല്ലാവരും ഇച്ചുവിന് ഗിഫ്റ്റൊക്കെ കൊടുത്തപ്പോൾ ഭയങ്കര ഹാപ്പിയായി എന്ന് പറയുമ്പോൾ എല്ലാവരും അങ്ങനെയാണല്ലോ. നമുക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ത് കിട്ടിയാലും നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അപ്പോൾ അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. തുടങ്ങിയോ? ഹാപ്പി കൊച്ചിനോട് നമ്മളെടുത്തിട്ട പിണറായി പറഞ്ഞാൽ ശരിയല്ല ഇത് കേട്ടാ. കൊച്ചിനെ സിദ്ധാർത്ഥന്റെ ബർത്ത്ഡേ ഒന്ന് കൈയടിച്ചേ, കൈയടിച്ചേ. സഫ ഒരു നല്ലൊരു പാട്ട് പാടും. സഫ എന്താണ് അവിടെ നന്നാണ് ഗൗഡ് വിചാരിക്കുന്നുണ്ട്. ഫോട്ടോ എടുത്തില്ലേ? ഞങ്ങളുടെ ഈ ഓർഡർ അവരിട്ട് കൈ കൊടുക്കുക. പ്ലേറ്റ് ഒന്നും ഇവിടെ കാണാനില്ല. അഫാനെ കുറച്ച് ഫ്രണ്ട് മാമി chocolate with this.
ഞങ്ങൾ കേക്ക് മുറിച്ചതിന് ഒരുപാട് ലേറ്റ് ആയിട്ടാണ്. ഇപ്പോൾ കേക്ക് മുറിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായി. ഫുഡ് കഴിക്കാനൊക്കെ ഞങ്ങളൊരു പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ചു. എന്ന് പറയുമ്പോൾ ഫുഡ് കഴിക്കുന്ന ആ ടൈമൊക്കെ കഴിഞ്ഞു, കേക്ക് മുറിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ. പിന്നെ ഒരു 10 to 15 minutes കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഫുഡൊക്കെ എടുത്ത് എല്ലാവർക്കും സെർവ് ചെയ്യാണ്. ഞങ്ങൾ 3-4 ഫാമിലി ഫ്രണ്ട്സിനെ വിളിച്ചുകൊണ്ട് ഡൈനിങ് ടേബിൾ എല്ലാവർക്കും കൂടി ഇരുന്ന് കഴിക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ തറയിൽ സൂപ്പർ വിരിച്ചിരുന്നാണ് കഴിച്ചത്. അപ്പോൾ ഞങ്ങൾ ആരെയൊക്കെ വീട്ടിൽ വിളിച്ചാലും ഗസ്റ്റിന് ആര് വിളിച്ചാലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഒരു ഫാമിലിയൊക്കെ ആണെങ്കിൽ ഫൈൻ, ഞങ്ങൾ ഡൈനിങ് ടേബിളാണ് ഇരിക്കാറ്. ഇപ്പോൾ മോർ ദാൻ 1 ഫാമിലി ആണെങ്കിൽ ഞങ്ങൾ താഴെ സൂപ്പർ അടിച്ചാണ് ഇരിക്കാറ്. ഫസ്റ്റ് ട്രിപ്പ് കുട്ടികൾക്കാണ് ആദ്യമേ കൊടുത്തു പോയത്, പിന്നെയാണ് വലിയവരൊക്കെ വന്നിരുന്നത്. ഇച്ചുവിന് ടോയ്സ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എല്ലാ കുട്ടികൾക്കും ഇഷ്ടമായിരിക്കും, പക്ഷേ ഇവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്ന് എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ തന്നെ അവൾക്ക് പൊട്ടിക്കണം എന്ന് പറഞ്ഞ് കരച്ചിലായിരുന്നു. അവസാനം എല്ലാവരും അവൾ അൺബോക്സ് ചെയ്തു. എന്നിട്ട് ഒട്ടിച്ചെല്ലാം സെറ്റാക്കി കണ്ടു കഴിഞ്ഞപ്പോൾ അവൾക്ക് സമാധാനമായി. ഇന്നത്തെ എച്ചുയുടെ ബർത്ത്ഡേ വ്ളോഗ് ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ബർത്ത്ഡേ വ്ളോഗ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. പിന്നെ ബർത്ത്ഡേ വ്ളോഗ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.